പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഏപ്രിൽ 9 വ്യാഴം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഒരു ഗൗരവമുള്ള ചോദ്യവുമായി നാം നിൽക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മെ ചുറ്റിപ്പറ്റുമ്പോൾ നമ്മുടെ ഹൃദയം ആശങ്കപ്പെടുന്നു. ദൈവം എന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു, എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസിദ്ധമാക്കേണ്ടതിനും ഞാൻ നിന്നെ നിലനിർത്തിയിരിക്കുന്നു. ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുവാൻ തന്നെയാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് എന്ന്. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു, ഫറവോൻ ദൈവത്തെ എതിർത്തവനായിരുന്നു. എന്നിട്ടും ദൈവം അവനെ പോലും തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവവും, സന്തോഷമോ ദുഃഖമോ വിജയമോ പരാജയമോ ഒന്നും വെറുതെയല്ല, എല്ലാം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനുള്ള വേദികളാണ്. സഭാപിതാക്കന്മാരിൽ പ്രമുഖനായ സെന്റ് ഗ്രിഗറി ഓഫ് നിസ്സ പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യത്തിൻ്റെ മാറ്റത്തിലാണ് പ്രകടമാകും. അതായത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആത്മീയ വളർച്ചയും മാറ്റവും തന്നെയാണ് ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം ഇപ്പോൾ പ്രയാസമേറിയതായിരിക്കാം, അർത്ഥമില്ലാത്തതുപോലെ തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു മഹത്തായ പ്രവൃത്തി നടത്തുകയാണ്. നാം കാണാത്ത രീതിയിൽ, നാം മനസ്സിലാകാത്ത വഴികളിലൂടെ ദൈവം തൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് നാം ഒരിക്കലും മറക്കരുത്, ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു പ്രധാന ഉപകരണമാണ് നാം ഓരോരുത്തരും എന്നത്. നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ്. നമ്മുടെ ജീവിത കഥ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വേദിയാണ്. ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് അവൻ നമ്മെ ഉപയോഗിക്കുകയാണ്. ഇന്ന് ഈ നിമിഷത്തിൽ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയായാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച വിശ്വാസം നിലനിർത്തണം. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തന്നെയാണ്. നാം നിർബലരായാലും, നാം പരാജയപ്പെട്ടവരായി തോന്നിയാലും, നിസ്സാരരായി കരുതിയാലും, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നാം ഓരോരുത്തരും വിലപ്പെട്ടവരാ. അവൻ നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ഒരു ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാനായിട്ട്. ആ ലക്ഷ്യം അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകുക എന്നതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി. ഇതൊരു വാക്കു മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന് ദിശയായി മാറണം. ഇതൊരു ചിന്ത മാത്രമല്ല, നമ്മുടെ ദൗത്യമായി മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു സാക്ഷ്യമായി മാറട്ടെ. നമ്മിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും ലോകം കാണട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്റെ മഹത്വവും ശക്തിയും ലോകമൊട്ടാകെ പ്രസിദ്ധമാക്കേണ്ടതിന് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിനുള്ള മഹത്വത്തിനായി ഒരു സാക്ഷ്യമായി തീരട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ ശക്തിയെ പ്രകടമാക്കുന്ന പാത്രങ്ങളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.